തീർച്ചയായിട്ടും ഈ പദ്ധതി പൂർത്തിയാക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. LDF തന്നെ അധികാരത്തിൽ വരുമെന്ന് കൃത്യമായ ഒരു ആത്മവിശ്വാസം LDF പക്ഷത്തിലുണ്ട്. വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ ഒരു ലാൻഡ്മാർക്കായിട്ട് മാറാൻ പോവുകയാണ്. ജീവന്റെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തക്കത്തക്ക രീതിയിലാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെ അവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. പേപ്പർ കടലാസ് സംഘടനകൾ ഇങ്ങനെയുള്ള പദ്ധതികളെ മുടക്കാൻ വേണ്ടിയിട്ട് രംഗത്തെത്തും. നമസ്കാരം. ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുമോ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വയനാടുകാർക്ക് എന്നത്തേക്കും ഒരു ആശ്വാസമായിട്ട് ഈ തുരങ്കപാത വരുമോ? സാറിന്റെ അഭിപ്രായം? ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പദ്ധതി പൂർത്തിയാക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇപ്പോൾ എന്തുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാരിന് നിശ്ചിത സമയം ലഭിച്ചാൽ മാത്രമേ ഒരു പദ്ധതി കൃത്യമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ LDFനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. ഒരു 2-3 വർഷം കൊണ്ടാണ് ഈ പ്രൊജക്ട് തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊജക്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇനി 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും LDF തന്നെ അധികാരത്തിൽ വരുമെന്ന് കൃത്യമായ ഒരു ആത്മവിശ്വാസം LDF പക്ഷത്തിലുണ്ട്. എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരുപാട് വികസന പദ്ധതികൾ LDFൻ്റെതായിട്ട് പുറത്തു വരുന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രൊജക്റ്റുകൾ ആണ് എങ്കിൽ തന്നെയും നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടുള്ളതൊക്കെ LDF സർക്കാരാണ്. അതൊക്കെ ഇത് കേരളമാണ്. LDF സർക്കാർ എന്ന് പറഞ്ഞാൽ കേരളമാണ് എടുത്തു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ഹൈവേയുടെ ഒക്കെ ക്രെഡിറ്റ് LDF ഗവൺമെൻറ്റിനും കേരളത്തിനും കൂടി അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് എന്താണ് സമഗ്രമായ വികസന പരിപാടികളുമായിട്ട് ഒരു സർക്കാർ മുൻപോട്ട് പോകുന്നു. മറുവശത്ത് എന്താണ് അശാസ്ത്രീയമായ രീതിയിൽ ഗർഭചിത്രം നടത്തിയ ഒരു നേതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് UDFൻ്റെ നേതാക്കന്മാർ. UDFിൽ ഇനിയെങ്കിലും അല്പമെങ്കിലും നാണം എന്ന് പറയുന്നത് ഉള്ള അല്ലെങ്കിൽ ഉളുപ്പ് എന്ന് പറയുന്നത് ഉള്ള നേതാക്കന്മാർ ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടേണ്ടത് ശക്തമായ നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കാൻ വേണ്ടി പറയാനുള്ള ഒരു ആർജവം കാണിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എനിവേ അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ വരുമ്പോഴത്തേക്ക് വയനാട് തുരങ്കപാതയ്ക്ക് ഇന്ന് അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 8 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു തുരങ്കപാതയാണ് ഇത്. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഈ തുരങ്കപാത പൂർത്തിയാകുന്നതോടുകൂടി ഇതൊരു ലാൻഡ്മാർക്കായിട്ട് മാറും. വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ ഒരു ലാൻഡ്മാർക്കായിട്ട് മാറാൻ പോവുകയാണ്. 8 കിലോമീറ്റർ തുരങ്കപാത ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാട് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഈ തുരങ്കപാത കൂടി വരുന്നതോടുകൂടി ഈ തുരങ്കപാത കാണാൻ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും ഒരുപാട് ആളുകൾ വയനാട്ടിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ടൂറിസം സാധ്യത എന്ന് പറയുന്നത്. മറിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടുകാർ ഈ വയനാട് ചുരം സിനിമാ നടനായിട്ടുള്ള പപ്പു ഒരു സിനിമയ്ക്കകത്ത് വെള്ളാനകളുടെ നാട് എന്ന സിനിമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ താമരശ്ശേരി ചുരത്തെക്കുറിച്ച് ആദ്യമായിട്ട് അങ്ങനെയാണ് മലയാളികൾ എല്ലാവരും അറിയുന്നത്. അപ്പോൾ ഈ താമരശ്ശേരി ചുരത്തിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മഴക്കാലം ആകുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ എനിക്കൊന്ന് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഗ്രീഷ്മ ആ നാട്ടുകാരത്തി കൂടിയാണ്. അപ്പോൾ അറിയാമല്ലോ. കാരണം എന്താ വെച്ചാൽ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തേക്കും ഒക്കെ 1-2 ആഴ്ചത്തേക്ക് ദിവസങ്ങളിൽ പോലും അത് നടന്നുകൊണ്ടിരുന്നതാണല്ലോ. ഓക്കെ ഗതാഗതം തന്നെ റോഡ് തന്നെ ബ്ലോക്ക് ആകുന്നല്ലേ? ഗതാഗതം മൊത്തത്തിൽ അത് സ്റ്റോപ്പ് ചെയ്യത്തില്ലേ? ചില സമയങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന സമയങ്ങളിൽ പിന്നെ ഇന്നിപ്പോ ഒരു ആക്സിഡന്റ് നടന്നിട്ടും കൂടിയുണ്ട്. ഒരു ലോറി താഴെ പോവാൻ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ദുരിതത്തിലാണ് വയനാട് ജനത ഉണ്ടായിരുന്നത്. അത് കൂടാണ്ട് തന്നെ ബാംഗ്ലൂരിലേക്കൊക്കെയുള്ള ബസ്സുകൾ അത് കൂടുതലായിട്ടും പോയിക്കൊണ്ടിരുന്നത് താമരശ്ശേരി ചുരം കയറിയിട്ടൊക്കെയാണ്. അപ്പോൾ ഒരുപാട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നു. അതോടൊപ്പം തന്നെ വയനാട്ടിലൊന്നൊരു മെഡിക്കൽ കോളേജ് ഇല്ല. അവിടെ മെഡിക്കൽ കോളേജിൽ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേണം വരാനായിട്ട്. പക്ഷേ മണ്ണിടിച്ചിലിൻ്റെ സമയത്ത് ഇവരെങ്ങനെ കൊണ്ടുവരും? ആളുകൾക്ക് എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ സാധിക്കുക? അല്ലെങ്കിൽ വല്ല എയർ ആംബുലൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. കപ്പൽ മാർഗം വരാൻ വേണ്ടി പറ്റത്തില്ല അവിടെ, കാരണം കടലില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, യാത്രാ പ്രശ്നപരിഹാരം എന്നതിന് അപ്പുറത്തേക്ക് സുരക്ഷിതമായ ജീവൻ്റെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തക്കത്തക്ക രീതിയിലാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെ അവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ഈ പദ്ധതി ഈ സർക്കാർ തന്നെ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇന്നവിടെ ഉദ്ഘാടനം നടത്തപ്പെടുന്നത് എന്നെനിക്ക് തോന്നുന്നു. രാഷ്ട്രീയപരമായിട്ട് വേണമെങ്കിൽ പറയാം, ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഇലക്ഷൻ സ്റ്റണ്ടുകളൊക്കെ ഇനിയും വരും എന്നൊക്കെ പറയും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വർഷങ്ങളായിട്ട് ഇത് MP വീരേന്ദ്രകുമാർ കോഴിക്കോട് MP ആയിട്ടിരിക്കും
ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അതിനുശേഷം കെ മുരളീധരൻ MP ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഈ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാരും അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ആലോചിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10-30 വർഷമായി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ കള്ളാടി ആനക്കാമ്പോയിലല്ലാതെ വേറൊരു ചുരം ബദൽ പാതയെ കുറിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു, പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ പാത. പക്ഷെ അതിലും കുറെ വർഷങ്ങൾ പണി ഏകദേശം പകുതിയോളം എത്തിയിട്ടാണ് അത് നിന്നുപോയത്. അതുപോലെ ഇത് നിന്നു പോകുമോ എന്നുള്ളൊരു പേടി ഒരു വയനാട്ടുകാരി എന്ന നിലയിൽ എനിക്കും ഉണ്ട്. അല്ല, ഇതിന്റെ ആവശ്യമില്ല. കാരണം 2134 കോടി രൂപയും കണ്ടാണ് ഇതിലേക്ക് ഈ ഒരു പദ്ധതിക്കായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഏതൊക്കെയായാലും ഈ ഒരു സർക്കാരിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഉറപ്പായിട്ടും പദ്ധതിക്കുള്ള പണം കണ്ടെത്താതെ ഒരിക്കലും ഈ പദ്ധതിയിലേക്ക് ഇറങ്ങത്തില്ല. പിന്നെ അവിടെ കൃത്യമായിട്ടുള്ളൊരു DPR, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രൊജക്ട് സ്റ്റഡിയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അവിടെ പ്രകൃതിലോലമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു തുരങ്കപാത വന്നു കഴിഞ്ഞാൽ അതുമൂലം പ്രകൃതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമോ, മണ്ണിടിച്ചിലുണ്ടാകുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിദഗ്ധമായിട്ടുള്ള കൃത്യമായ സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു തുരങ്കപാതയ്ക്ക് അവിടെയൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നിസ്സാരമായിട്ട് ഒരു ദിവസം കൊണ്ട് പോയിട്ട് ഇത് തുടങ്ങിയിരിക്കുന്നതല്ല. കൃത്യമായൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ, സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതും അതിപ്പോൾ നടപ്പിലാക്കുന്നതും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്ന ഒരു ആർജവം, അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ് PWD ഒക്കെ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അവർ കാണിച്ചിരിക്കുന്ന ഒരു ആർജവം, അതിനെ നമുക്ക് സംസ്ഥാനത്തിന് ഒന്നടങ്കം അഭിനന്ദിക്കാൻ സാധിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വയനാട്ടിൽ ഒരുപാട് കാർഷികോൽപ്പന്നങ്ങളുണ്ട്. ഈ കാർഷികോൽപ്പന്നങ്ങൾ ഇവർക്ക് വിപണനം ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലിക്കട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഈ കാലിക്കട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചുരം ഇറങ്ങി വേണം വരാനായിട്ട്. ഒരുപാട് ചരക്ക് ലോറികൾ കാലിക്കട്ട് നിന്ന് ബാംഗ്ലൂർക്കൊക്കെ പോകുന്നതാണ്. പക്ഷേ ഈ ചരക്ക് ലോറികൾക്കൊക്കെ കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു റോഡ് സൗകര്യം ആവശ്യമാണ്. അത് എത്രയാണ് മണിക്കൂറുകളോളം ഒരുപക്ഷെ ചുരത്തിലൊക്കെ ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ തുരങ്കപാതയിലൂടെ ഉണ്ടാവാൻ പോകുന്നത്. ഇത് വയനാടുകാർക്ക് മാത്രമല്ല, ഇത് 2 ജില്ലകൾ തമ്മിലുള്ള ഗതാഗത സൗകര്യം വർദ്ധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കർണാടക പോലെയുള്ള സ്റ്റേറ്റിലേക്കും കൂടി ആളുകൾക്ക് പോകാനും സാധനങ്ങൾ വിപണനം ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഈ തുരങ്കപാതയിലൂടെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇത് വയനാടുകാരുടെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നത്. ആ പദ്ധതിയാണ് ഇപ്പോൾ പൂവണിയുന്നത്. കാരണം ഒരുപാട് നാളത്തെ പ്രക്ഷോഭങ്ങൾ, അവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലിൻ്റെ നിരാഹാര സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിൻ്റെ, സമരത്തിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് സർക്കാർ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും ശാസ്ത്രീയമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിനുവേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുകയും അതിനുശേഷമാണ് ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുന്നത്. ഈ പണി ഇടയ്ക്ക് വെച്ച് നിർന്നു പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ പൂർത്തിയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാനുള്ളതാണ്, ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ രാവിലെ മാവോയിസ്റ്റിന്റെ ലഘുലേഖ ഉണ്ടായിരുന്നു. മാവോയിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് തുരങ്കപാതയെ കുറിച്ച് ഒന്നും കൂടി ചിന്തിക്കണം, അത് കൂടുതൽ പഠിച്ചതിന് ശേഷം ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ലഘുലേഖകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാവും തോന്നുന്നു. കാരണം പലപ്പോഴും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ മാവോയിസ്റ്റുകളെ പോലെയുള്ള അരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉപയോഗിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളായിരിക്കും. ഭരണപക്ഷം ഒരു വികസന രാജ്യത്തിന് നേട്ടമുണ്ടാക്കുന്ന ഒരു വികസന പദ്ധതിയുമായിട്ട് വരുന്ന സമയത്ത് അതിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ഇറക്കുക പതിവാണ്. മാവോയിസ്റ്റുകൾ, പ്രകൃതി സംരക്ഷണ സമിതി ഒന്നും ഞാൻ തള്ളി പറയുന്നൊന്നുമില്ല, പക്ഷേ പ്രകൃതി സംരക്ഷണ സമിതി, ഇങ്ങനെയുള്ള പേപ്പർ കടലാസ് സംഘടനകൾ ഇങ്ങനെയുള്ള പദ്ധതികളെ മുടക്കാൻ വേണ്ടിയിട്ട് രംഗത്തെത്തും. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസയാണ്. അവിടെ ആരാണോ കോൺട്രാക്ട് എടുക്കുന്നത് ആ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. കേരളത്തിൽ മാവോയിസ്റ്റുകളെ തടയാനും മാവോയിസ്റ്റുകളെ പ്രതിരോധിക്കാനും ഒക്കെ ശേഷിയുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുക. ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിമർശകനാണ് ഷാജൻ സ്ക്രിയ, മറുനാടൻ മലയാളിയുടെ. അദ്ദേഹത്തെ ഇന്നലെ തൊടുപുഴയിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ അതിക്രമം ഉണ്ടായി. ഈ അതിക്രമത്തിനെതിരെ ശക്തമായ നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സർക്കാർ ഈ സംസ്ഥാനത്തുള്ളിടത്ത് കൃത്യമായിട്ട് കേരള പോലീസിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാവുന്ന ഒരു സർക്കാരുള്ള സമയത്ത് ഒരു സംശയവും വേണ്ട, ഒരു മാവോയിസ്റ്റുകളുടെ ഭീഷണിക്ക് മുമ്പിലും ഈ സർക്കാർ വഴങ്ങാൻ പോകുന്നില്ല. കൃത്യമായിട്ട് തന്നെ സമയബന്ധിതമായിട്ട് തന്നെ ഈ പദ്ധതി പൂർത്തിയാകും എന്നതിൽ ഒരു തർക്കവും വേണ്ട വയനാടുകാർക്ക്. അവിടെ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങളും കൂടി ഈ പദ്ധതി അവിടെ വരുന്നതോടുകൂടി ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടിയാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ MP ആയിരുന്ന ഒരു സ്ഥലമാണ്.
അവിടേക്കാണ് ഇത്ര വലിയൊരു പദ്ധതി വരുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ സംഭാവനകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു വികസന പദ്ധതിയും എതിർക്കുന്ന ഒരാളൊന്നുമല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള നേതാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് അജണ്ടകളൊന്നുമില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറും കെ കരുണാകരനും ഒക്കെയുള്ള സമയത്ത് ഒരുപാട് വികസന കാഴ്ചപ്പാടുകൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് റീലുകൾക്കപ്പുറത്തേക്ക് എന്താ പറയുക, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു അജണ്ട അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു മാവോയിസ്റ്റിനെ കൊണ്ടും തടയാൻ സാധിക്കുന്ന ഒരു പദ്ധതിയല്ല ഇത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. വേൾഡ് ടൂറിസം മാപ്പിൽ ഒരു ലാൻഡ്മാർക്ക് ആവാൻ പോകുന്ന ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി കൃത്യസമയത്ത് തന്നെ പൂർത്തിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട.